ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രെഡും പഴവും ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. സ്നാക്സിന് വേണ്ടി ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നന്നായി പഴുത്ത പഴമാണ് ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി 4 ബ്രെഡും എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഇട്ട് കൊടുക്കാം. പഴം നെയ്യിൽ കിടന്ന് നന്നായി വെന്ത് വരണം. ഇത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയിലും നെയ്യിലും കിടന്ന് ഇത് നന്നായി വെന്ത് വരണം. നന്നായി വെന്തില്ലെങ്കിൽ ചിലപ്പോൾ കറയുടെ ടേസ്റ്റ് കാണും. വെന്തതിന് ശേഷം ചെറുതായൊന്നത് ഉടച്ചു കൊടുക്കണം. പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ചെറുതായൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഉടച്ചെടുത്തിട്ടുള്ളത്. ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഒരു പാത്രത്തിലേക്ക് 1 മുട്ടയും 1.5 ടീസ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓരോ പീസ് ബ്രെഡിലും നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ മിക്സ് വെച്ച് ബ്രെഡ് പൊതിഞ്ഞെടുക്കണം. അതിൻ്റെ സൈഡിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് തേച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നന്നായി ഒട്ടിയിരിക്കത്തുള്ളൂ.
ബ്രെഡ് നന്നായി പരത്തിയെടുത്തില്ലെങ്കിലും ഈ മുട്ടയുടെ മിക്സ് ചേർക്കുന്നത് കൂടിപ്പോയാലും ബ്രെഡ് ഇതുപോലെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് വീണ്ടും മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം വീണ്ടും ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. രണ്ടാമത് മടക്കിയെടുത്തത് കറക്റ്റായി തന്നെ വന്നു. ഇനിയൊരു പാനിലേക്ക് നെയ്യോ ബട്ടറോ അതുമല്ല വെളിച്ചെണ്ണയാണുള്ളതെങ്കിൽ അതായാലും നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് മുക്കി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തീ ഒട്ടും കൂടി പോകരുത്. ഇതിൻ്റെ 4 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നാല് സൈഡും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഒരു സ്പൂൺ പഞ്ചസാരയിലോട്ട് 2 നുള്ള ഗ്രാമ്പൂ പൊടിച്ചത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലൊന്ന് ഇതുപോലെ 4 സൈഡും കോട്ട് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡും പഴവും കൊണ്ടുള്ള സ്നാക്സ് റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. Thank you.